ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടപടികൾ വീണ്ടും വിവാദത്തിൽ. റിട്ടേണിംഗ് ഓഫീസർ നോമിനേഷൻ തള്ളിയ 2 പേരെ ഉൾപ്പെടുത്തി സ്ഥാനാർത്ഥി പട്ടിക പരിഷ്കരിച്ചതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ഷാർജ അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് പത്രിക തള്ളിയവരെ ഉൾപ്പെടുത്തിയതെന്നും ആ തീരുമാനം തന്റേതല്ലെന്നും റിട്ടേണിംഗ് ഓഫീസർ പ്രതികരിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ജൂലൈ മാസം 25-നാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത്. നാമനിർദ്ദേശ പത്രികയിലെ അപാകത മൂലം അന്ന് നോമിനേഷൻ തള്ളിയ 8 പേരിൽ 2 പേർ വീണ്ടും പട്ടികയിൽ കയറിക്കൂടിയതാണ് ഇപ്പോഴത്തെ വിവാദം. ജനാധിപത്യ മുന്നണിയുടെ കെ താലിബ്, റെജി ചാക്കോ എന്നിവരുടെ പേരുകളാണ് നിശ്ചിത സമയത്തിനു ശേഷവും പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഇത് തന്റെ തീരുമാനമല്ല എന്നും റിട്ടേണിംഗ് ഓഫീസർ പോൾ ടി ജോസഫ് പറഞ്ഞു. അതിപ്പം ഭരണാധികാരിയുടെ ഒരു ഡിസ്കഷൻ അല്ല ഇവിടെ. കാരണം ഒരു ഭരണാധികാരി എന്നുള്ള ആ ഒരു പൊസിഷനിൽ നിന്ന് മാറി ഇപ്പം SSD ആണ് ഇതിൻ്റെ നിയമം ഇലക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഈവൻ അവരുടെ 10-30 പേർ ഇലക്ഷൻ ഡേയിലും അവിടെ പ്രസൻസ് ഉണ്ടാവും. ഇന്ത്യൻ അസോസിയേഷൻ്റെ MOU അല്ലെ കോൺട്രാക്ട്, അവരുടെ എഗ്രിമെൻ്റ് പ്രകാരം, കോൺട്രാക്ട് പ്രകാരം ഉള്ള ഒരു ഭരണാധികാരി ഇനി വേണ്ടി വരുമോ എന്ന് പോലും സംശയമുണ്ട്. കാരണം ഇപ്പം അവരുടെ ഒഫീഷ്യൽസാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് ഡിസ്കഷൻ അനുസരിച്ച് നമുക്ക് പറ്റുള്ളൂ. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തെ മറികടക്കാൻ നിലവിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ വീണ്ടും ഷാർജ അധികൃതരുടെ മുന്നിലേക്ക് വലിച്ചിഴക്കുകയാണെന്ന് കോൺഗ്രസ് അനുകൂല മതേതരത്വ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ആരോപിച്ചു. അതുപോലെ പ്രസിഡന്റ് മെയിൽ അയച്ചു അവർക്ക് SSDക്ക് ഇവരെ 2 പേരെ ഉൾപ്പെടുത്തണം. യഥാർത്ഥത്തിൽ 8 പേരെ പിന്തള്ളി. അതിൽ വേറെ 2 പേരെ മാത്രം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഇവിടെ പ്രസിഡന്റ് നേതൃത്വത്തിൽ നടന്ന സമ്മർദ്ദത്തിൻ്റെയും മെയിൽ അയക്കലിൻ്റെയും ഫലമായിട്ടാണ് ഈ 2 പേരെ എടുക്കാൻ. അത് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കാരണം ഇലക്ഷനെ വയലേഷൻ ാണ് ഇവിടെ നടന്നത്. റിട്ടേണിംഗ് ഓഫീസർ ഒരു ഫൈനൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനപ്പുറം വീണ്ടും അതിനെ കൈകടത്തുക എന്ന് പറയുമ്പോൾ ഇനി നാളെ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ച ആളല്ല തോറ്റ ആളിനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ? ഇത് ഇലക്ഷനെ ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ ഇത് അസോസിയേഷനിലൊരു കീഴ്വഴക്കമുണ്ട്. അതിൻ്റെ ലംഘനമാണ്, നഗ്നമായ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മെയ് 17 നമ്മൾ ഒരു തവണ ഇതുപോലെ നോമിനേഷൻ കൊടുത്തു. അന്നും ഒരാളുടെ തള്ളിയിരുന്നു. അക്കാരണത്തിൽ തന്നെ ആയിരിക്കണം അന്നത്തെ ഇലക്ഷൻ മാറ്റി ഇപ്പോൾ വീണ്ടും വെച്ചപ്പോഴും ഒരാളുടെ നോമിനേഷൻ തള്ളി. കാലാകാലങ്ങളിൽ റിട്ടേണിംഗ് ഓഫീസർ തീരുമാനമാണ് നമ്മൾ അംഗീകരിക്കാറ്. ഇത്തവണ അതിനപ്പുറം ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അപ്രൂവൽ വാങ്ങിക്കുകയാണ് ചെയ്തത്. മെയ് 17 നടത്താൻ നിശ്ചയിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് വീണ്ടും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സെപ്റ്റംബർ 6 മാറ്റുകയായിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയുള്ള വിവാദം വീണ്ടും തെരഞ്ഞെടുപ്പ് നടപടികളെ ബാധിക്കുമോ എന്ന ആശങ്ക അസോസിയേഷൻ അംഗങ്ങൾക്കിടയിൽ വ്യാപകമാണ്. അതേസമയം നിലവിലെ ഭരണമുന്നണി പരാജയപ്പെടുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിലെന്ന ആക്ഷേപവുമുണ്ട്. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1000 countdown.